ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചു, സാറെ കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടും ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഞായറാഴ്ചയായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലേനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2021 മുതൽ 2024 വരെ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് PSC ബുള്ളറ്റിൻ, കറണ്ട് അഫയേഴ്സ്, മാഗസീൻസ് ഉണ്ട്, അതേപോലെ ന്യൂസ് പേപ്പേഴ്സ്, വെബ്സൈറ്റ്, കേരള ലിറ്റററി മിഷൻ, ഗവൺമെന്റ് സൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എടുത്തിരുന്ന കറണ്ട് അഫയേഴ്സ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്രത്തോളം കണ്ടന്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. കാരണം 20 മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ഇനി 18 മാർക്കും കിട്ടാവുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്ത് 28 സ്റ്റേറ്റും അതേപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസും നമ്മൾ അരച്ച് കലക്കി നമ്മൾ കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ കൂടെ ഉണ്ടാകണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരിലേക്കും അത് എന്ത് ചെയ്യട്ടെ, ഉപകാരപ്പെടട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുമാണ്. അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാനുള്ളൂ. ഇതിനുശേഷം വൈകിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ 3 ദിവസത്തെ റിവിഷനുമായിട്ടുള്ള ക്വസ്റ്റ്യൻ പോള് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ടെലഗ്രാമിലേക്ക് വരിക, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൃത്യം 9 മണിക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ 2021 മുതൽ 2024 വരെ കറണ്ട് അഫയേഴ്സിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. കേരളത്തിലെ പച്ചത്തുരുത്തിന് ഇന്ന് 5 വയസ്സാണ്. നെറ്റ് സീറോ കാർബണിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എന്ത് വരുന്നത്, പച്ചത്തുരുത്ത് വരുന്നത്. ഓക്കെ, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ നേരിടാൻ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി പൊരുതുമ്പോൾ അതിലേക്കുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹരിത മിഷന്റെ പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ നേരിടാൻ വേണ്ടി ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മുടെ കേരളം അതിലേക്ക് എടുക്കുന്ന ഏറ്റവും വലിയൊരു സംഭാവന തന്നെയാണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, മാലിന്യ കൂമ്പാരങ്ങളായിട്ടുള്ള സർക്കാർ ഭൂമിയിലും അതേപോലെ തന്നെ തരിശു ഭൂമികളും ഏറ്റെടുത്ത് അവിടെ ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ചെറിയ കാടുകൾ ഉണ്ടാക്കുക എന്നതാണ് ഈ പറയുന്ന പച്ചത്തുരുത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതെന്താന്ന് അറിഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലിരിക്കത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിത്, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ നേരിട്ട് ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആ ഒരു സമയത്ത് കേരളം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പച്ചത്തുരുത്ത് എന്ന് പറയുന്ന. പച്ചത്തുരുത്തിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഭൂമികൾ, തരിശു ഭൂമികളും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മാലിന്യ കൂമ്പാരങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം കേന്ദ്രീകരിച്ച് അവിടെ എന്ത് നട്ടുപിടിപ്പിക്കുക, ചെറിയ വൃക്ഷത്തൈകൾ കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ച് അതെന്ത് ചെയ്യുക, ചെറിയ കാടുകളാക്കി തീർക്കുക. ഇതാണ് പച്ചത്തുരുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഹരിത മിഷൻ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് പോത്തൻകോട് പഞ്ചായത്തിലെ മണലകം എന്ന് പറയുന്ന വാർഡില് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 5 സെന്റ് ഭൂമിയിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നത്, അതായത് ഈ പറയുന്ന പച്ചത്തുരുത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോത്തൻകോട് പഞ്ചായത്ത്, തിരുവനന്തപുരത്തെ പോത്തൻകോട് പഞ്ചായത്തിലെ മണലകം, ചോദിക്കാം, മണലകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് എന്താണ്, 5 സെന്റ് ഭൂമിയിലാണ് ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത്. ഇന്ന് നമുക്കറിയാം 856 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഹരിത മിഷന്റെ പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. 2950 പച്ചത്തുരുത്താണ് ഇന്ന് നിലവിൽ കേരളത്തിൽ ഉള്ളത്. ഈ പദ്ധതിയിലൂടെ തുടങ്ങിയിട്ട് ഇന്ന് 5 വർഷം പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അതായത് 5 വർഷം തികയാണ് എന്ത്, ഈ പറയുന്ന പച്ചത്തുരുത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണെന്ന് ഒത്തിരി തവണ
PSC ചോദിച്ച ചോദ്യമാണ്. അതിന്റെ ഉത്തരമാണ് തിരുവനന്തപുരം എന്ന് പറയും. നമുക്കറിയാം തിരുവനന്തപുരത്തെ പോത്തൻകോട് മണലകം എന്ന് പറയുന്ന വാർഡില് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 5 സെന്റ് ഭൂമിയിലാണ് ഇത് തുടങ്ങുന്നത്. ഇന്ന് 2950 പച്ചത്തുരുത്ത് 856 ഏക്കറിലാണ് ഇന്ന് ഈ പറയുന്ന പച്ചത്തുരുത്ത് വ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാങ്ങോടാണ്. തിരുവനന്തപുരത്തെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് പച്ചത്തുരുത്ത് നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം തിരുവനന്തപുരമാണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കരവാരം തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കിളിമാനൂരാണ്. അതും ഓർത്തു വെച്ചോ. അതായത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ, തിരുവനന്തപുരം. അപ്പൊ നമ്മൾ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ നേരിടാൻ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിലേക്കുള്ള കേരളത്തിന്റെ സംഭാവനയായിരുന്നു ഹരിത മിഷന്റെ പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ഈ പച്ചത്തുരുത്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് മാലിന്യ കൂമ്പാരങ്ങളായിട്ടുള്ള സർക്കാർ ഭൂമികളും തരിശു ഭൂമികളും ഏറ്റെടുത്ത് അവിടെ ധാരാളം എന്ത് ചെയ്യുക, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതായത് ചെറിയ കാടുകളാക്കി സൃഷ്ടിക്കുക. ഇതാണ് എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പച്ചത്തുരുത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് പോത്തൻകോട് പഞ്ചായത്തിലെ മണലകം വാർഡിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 5 സെന്റ് ഭൂമിയിൽ തുടങ്ങുന്ന ഈ പദ്ധതി ഇന്ന് 856 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്നു. 2950 പച്ചത്തുരുത്താണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. ഇന്ന് പച്ചത്തുരുത്ത് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി തുടങ്ങിയിട്ട് 5 വർഷം പിന്നിടുകയാണ്. ഇനി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാങ്ങോട്, തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് അത് കരവാരമാണ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, തിരുവനന്തപുരം. അടുത്ത് നമുക്ക് പഠിക്കാം മ്യൂസിയം ഓഫ് ദ മൂൺ, ലൂക്ക് ജെറാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എവിടെയാണ് ഈ ഒരു പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനകക്കുന്നിലാണ് ഈ പറയുന്ന മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന് പറയുന്ന ആ ഒരു പരിപാടി കൊണ്ടുവന്നത്. അതായത് 2024 ജനുവരിയിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്നിൽ പ്രദർശിപ്പിച്ച ഇൻസ്റ്റലേഷൻ ആൻഡ് മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇൻസ്റ്റലേഷൻ ആണ്. എന്തെന്ന് പറയുന്നത്? മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഈ പറയുന്ന ഇൻസ്റ്റലേഷൻ ഓഫ് ദ മൂൺ കൊണ്ടുവന്നത്? അതായത് മ്യൂസിയം ഓഫ് ദ മൂൺ കൊണ്ടുവന്നത് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജനുവരിയിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തെ കനകക്കുന്നില് എന്ത് ചെയ്തത്? ഈ പറയുന്ന മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന് പറയുന്നത് പ്രദർശിപ്പിച്ചത്. ഇത് പ്രദർശിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്ക് ജെറാം ആണ്. ലൂക്ക് ജെറാം. മ്യൂസിയം ഓഫ് ദ ഇൻസുലേഷൻ പ്രദർശനം ഇന്ത്യയിൽ സംഘടിപ്പിച്ച ബ്രിട്ടീഷ് കലാകാരനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലൂക്ക് ജെറാം എന്ന് പറയുന്നത്. അതായത് ചന്ദ്ര ഉപഗ്രഹത്തിൽ നാസ സ്ഥാപിച്ച ലൂണാർ റെക്കഗ്നൈസേഷൻ ഓർബിറ്ററിൽ ക്യാമറ പകർത്തിയ യഥാർത്ഥ ചിത്രങ്ങൾ കൂട്ടിയിണക്കിയാണ് ഈ പറയുന്ന ഒരു ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചത്. തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് നിങ്ങളൊക്കെ പോയി കണ്ടിരിക്കുന്നതായിരിക്കും കനകക്കുന്നിൽ. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടാണ്. അതായത് 23 മീറ്റർ ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ, നമുക്കറിയാം HD എന്നൊക്കെ പറയാറില്ല, ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് ഈ പറയുന്ന മ്യൂസിയം ഓഫ് ദ മൂൺ നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏകദേശം 23 മീറ്റർ ഹൈ റെസല്യൂഷനുള്ള ചിത്രങ്ങളെല്ലാം കോർത്തിണക്കി. അതായത് ഒരു വലിയൊരു 3 നില കെട്ടിടത്തിന്റെ അത്ര വലുപ്പത്തിലാണ് ഈ പറയുന്ന ഈ കനകക്കുന്നിൽ വെച്ച് ഈ ഒരു മ്യൂസിയം ഓഫ് ദ മൂൺ ക്രിയേറ്റ് ചെയ്തത്. അതൊരു ഇൻസ്റ്റാലേഷൻ ആണ്. ഈ പറയുന്ന സാധനം എല്ലാം കൂട്ടിയിണക്കി ഒട്ടിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചന്ദ്രനെ എന്ത് ചെയ്തത്? ഉണ്ടാക്കിയത്. ഇനി ബാഫ്ത പുരസ്കാര ജേതാവ് ഡാൻ ജോൺ, വേണമെങ്കിൽ ചോദിക്കാം, ബാഫ്ത പുരസ്കാര ജേതാവായിട്ടുള്ള ഡാൻ ജോൺ ചിട്ടപ്പെടുത്തിയ സംഗീതവുമായിരുന്നു ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ചന്ദ്രനൊക്കെ ഉദിച്ച് രാത്രി നിന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഗംഭീരമായിട്ട് നമുക്ക് ആ നിലാവിനെ ആസ്വദിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ഈ പറയുന്ന മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന് പറയുന്നത് ആരാണ് അത് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ബ്രിട്ടീഷ് കലാകാരനായിട്ടുള്ള ലൂക്ക് ജെറാം ആണ്. ലൂക്ക് ജെറാം ഉണ്ടാക്കി. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 മീറ്റർ ഹൈ റെസല്യൂഷനുള്ള ചിത്രങ്ങൾ, അതായത് ഈ നാസ സ്ഥാപിച്ച ലൂണാർ റെക്കഗ്നൈസേഷനിൽ നിന്നും പിടിച്ചെടുത്ത
ഒട്ടിച്ചെടുത്ത ചിത്രങ്ങളെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന നമ്മുടെ മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത് 2016 ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതിനെ തുടർന്നാണ് ശരിക്കും ഈ പറയുന്ന ലൂക്ക് ജെറാമിനെ പല രാജ്യങ്ങളിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ഈ പറയുന്ന മ്യൂസിയം ഓഫ് ദ മൂൺ കാണാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ ഒരു മൂൺ മൊത്തമായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പറയുന്ന ചിത്രം ഇങ്ങനെ എല്ലാം കൂടി 23 മീറ്റർ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളെല്ലാം കോർത്തിണക്കി ഒട്ടിച്ച് ആ ഒരു മൂണിനെ നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേ ഒരു എഫക്റ്റിൽ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മുടെ ബാഫ്ത പുരസ്കാര ജേതാവായിട്ടുള്ള, അതായത് സംഗീതം ചിട്ടപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ ബാഫ്ത പുരസ്കാര ജേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താണ് സംഗീതവും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നപ്പോൾ അതിഗംഭീരമായിട്ട് ആ ഒരു മ്യൂസിയം ഓഫ് ദ മൂൺ അവിടെ ചെന്ന ആളുകൾക്കൊക്കെ എന്താണ് ആസ്വദിക്കാനായിട്ട് പറ്റുകയുണ്ടായി. ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ട് എത്തിയത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് ഭാരത് ബയോടെക്കിലേക്ക് പോകാം. 2024 ജനുവരിയിൽ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന രസതന്ത്ര നൊബേൽ പ്രൈസ് ജേതാവായിരുന്നു മാർട്ടിൻ പി മെൽഡൻ എന്ന് പറയുന്നത്. ഡാനിഷുകാരനായിട്ടുള്ള ആളാണ്. ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2024 ജനുവരിയിൽ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന രസതന്ത്ര നോബൽ പ്രൈസ് ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർട്ടൻ പി മെൽഡൻ ആണ്. മോർട്ടൻ പി മെൽഡൻ എന്ന് പറയുന്നത് ഡാനിഷ് രസതന്ത്ര ശാസ്ത്രജ്ഞനാണ്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത് ലൈഫ് സയൻസ് പാർക്ക് പ്രതിരോധ വാക്സിൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്ന കമ്പനിയാണ് ഭാരത് ബയോടെക്. ഭാരത് ബയോടെക്കിനെ കുറിച്ചൊക്കെ നമുക്ക് കോവിഡിന്റെ സമയത്ത് ഒത്തിരി അധികം നമ്മൾ കേട്ടതാണ്. കോവാക്സിൻ എന്ന് പറയുന്ന ആ ഒരു വാക്സിൻ നിർമ്മിക്കാനായിട്ട് ഏറ്റവും ചെറിയ പൈസയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ പറയുന്ന ഭാരത് ബയോടെക് ആണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് WHO തമ്മിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ന്യൂസിൽ അത്രത്തോളം കേട്ടതാണ്, ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കലിൽ സ്ഥിതി ചെയ്യുന്ന ലൈഫ് സയൻസ് പാർക്ക് പ്രതിരോധ വാക്സിൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്ന കമ്പനി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഭാരത് ബയോടെക്. ഭാരത് ബയോടെക് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതോടെ തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്ക് കേരളത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രവും ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഭാരത് ബയോടെക് എന്താണ് നിർമ്മാണം തോന്നയ്ക്കലിൽ ആരംഭിക്കുന്നതോടെ ലൈഫ് സയൻസ് പാർക്ക് കേരളത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ തോന്നയ്ക്കലാവുകയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലവും എവിടെ തന്നെയാ? തോന്നയ്ക്കലാണ്. അപ്പോൾ എന്താണ് അതായത് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാ? തോന്നയ്ക്കൽ തന്നെയാണ്. സംസ്ഥാനത്തെ ആദ്യ സംയോജിത ലൈഫ് സയൻസ് പാർക്കും എവിടെ തന്നെയാ? തോന്നയ്ക്കൽ തന്നെയാണ്. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദിയാകുന്നത് തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരം. ഇതെല്ലാം എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തോന്നയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ 2024 ജനുവരിയിൽ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ പങ്കെടുത്ത രസതന്ത്ര ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? മോർട്ടൻ പി മെൽട്ടൻ എന്ന് പറയുന്ന ഡാനിഷുകാരനാണ്. ഇനി തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ലൈഫ് സയൻസ് പാർക്ക് പ്രതിരോധ വാക്സിൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്ന കമ്പനിയാണ് ആരെന്ന് പറയുന്നത്? ഭാരത് ബയോടെക്. ഭാരത് ബയോടെക് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതോടെ തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്ക് കേരളത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രമാവും. അതാണ് ഇമ്പോർട്ടന്റ്. അതായത് കേരള ബയോടെക് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതോടെ തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്ക് കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രമാവുകയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തോന്നയ്ക്കലാണ്. സംസ്ഥാനത്തെ ആദ്യ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തോന്നയ്ക്കൽ തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് തോന്നയ്ക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളൂ. അടുത്തത് ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ്. അത്രയധികം വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. കാരണം തിരുവനന്തപുരത്തുള്ള ആളുകൾക്കൊക്കെ വയനാട് അല്ലെങ്കിൽ ബാംഗ്ലൂർക്കൊക്കെ പോയി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ആഗ്രഹം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് ഇനി ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാൻ പറ്റുന്നതായിരിക്കും. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്.
വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആക്കുളം തിരുവനന്തപുരം. വിനോദസഞ്ചാര ജലവിഭവ മേഖലയ്ക്ക് പുത്തനുണർവേകുന്ന പദ്ധതിക്ക് വേണ്ടി പുനരുജ്ജീവിച്ച പ്രധാന ജലാശയം ഏതാന്ന് ചോദിച്ചാൽ അത് ആക്കുളം കായലാണ്. ആക്കുളം കായൽ. സ്വാതന്ത്ര്യത്തിനു ശേഷം രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ഏതാന്ന് ചോദിച്ചാൽ ചെറുവയൽ ആക്കുളത്ത് തന്നെയാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിനു ശേഷം രാജ്യത്തിനു വേണ്ടി എന്താണ് ജീവൻ വെടിഞ്ഞ സൈനികർക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നതും എവിടെയാന്ന് ചോദിച്ചാൽ അതും ആക്കുളത്ത് തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക സഹായത്തോടെ കേരള ടൂറിസം വകുപ്പ് മ്യൂസിയം നിർമ്മിച്ചതും എവിടെയാ? ഇവിടെ തന്നെയാണ്, നമ്മുടെ ആക്കുളത്ത്. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ NCC നേവൽ ട്രെയിനിങ് സെന്റർ നിലവിൽ വരുന്ന സ്ഥലവും എവിടെയാ? ആക്കുളമാണ്. അപ്പൊ ആക്കുളത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് ആക്കുളം തിരുവനന്തപുരം. എവിടെയാ? ആക്കുളം കായലിലാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ചെറുവയൽ ആക്കുളം. ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക സഹായത്തോടെ കേരള ടൂറിസം വകുപ്പ് മ്യൂസിയം നിർമ്മിച്ചതും എവിടെ തന്നെയാ? ഈ പറയുന്ന ആക്കുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ എന്താണ് NCC നേവൽ ട്രെയിനിങ് സെന്റർ നിലവിൽ വരുന്നതും എവിടെയാണ്? ആക്കുളത്താണ്. ഇനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിനെ കുറിച്ചാണ് അത്രയധികം വാർത്താ പ്രാധാന്യമുള്ള മറ്റൊരു കറണ്ട് അഫയേഴ്സ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15. ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെ ചുമതല വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദാനി പോർട്ട് നിർമ്മാണമാണ്. അദാനി പോർട്ട് കമ്പനിയാണ് എന്തിന്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെ ചുമതല വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ അദാനി പോർട്ടാണ് ഇതിന് ചുമതല വഹിച്ചത്. അത് ആരംഭിച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 2015 ഡിസംബർ 5-നാണ് എന്ത് ചെയ്തത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചോദിക്കാം, കാരണം ആരാണ് തറക്കല്ലിട്ടതെന്നും ഉദ്ഘാടനം ചെയ്തതും എന്നും ഇമ്പോർട്ടന്റ് ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക നാമമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് PPP വെഞ്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ് ഇതിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക നാമമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് PPP വെഞ്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ് ഇതിന്റെ മുഴുവനായിട്ടുള്ള പേരെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ടാണിത്. ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന തുറമുഖ പദ്ധതി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന തുറമുഖ പദ്ധതിയാണ് ഈ പറയുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഇമ്പോർട്ടന്റ് ആണ്, അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് ചോദിച്ചു ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇതൊക്കെ വരാം. എന്തൊക്കെ? പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന തുറമുഖ പദ്ധതി, ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട്, അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഇത് എന്ന് പറയുന്നത്. ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ 24 മീറ്ററിൽ കൂടുതലാണ് എന്തിന്റെ? ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആഴം എന്ന് പറയുന്നത് 24 മീറ്ററിൽ കൂടുതൽ വരുന്ന ഒരു ആഴമാണ് വിഴിഞ്ഞം ഈ പറയുന്ന ഇന്റർനാഷണൽ സീപോർട്ടിനുള്ളത്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ കപ്പൽ ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഉറപ്പായിട്ടും എടുത്തു വെച്ചോ, നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. അതായത് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ ഷെൻഹുവ 15 ചൈന.
ഓക്കെ, അപ്പോൾ ഷെൻഹുവ 15 ചൈനയാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ 15 ചൈന. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് ഷെൻഹുവ 29 ചൈന. രണ്ടും ചൈനയുടെ കപ്പലാണ് വന്നത്. രണ്ടിന്റെയും പേര് ഷെൻഹുവ എന്നാണ്. ആദ്യത്തെ വന്ന കപ്പലിന്റെ പേര് ഷെൻഹുവ 15, രണ്ടാമത് വന്ന കപ്പലിന്റെ പേരാണ് ഷെൻഹുവ 29. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്ക് ഷുവർ ആണ്. ഓക്കെ, വിഴിഞ്ഞം തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനായിരുന്നു ആരെന്ന് പറയുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് എന്ത് വിഴിഞ്ഞം തുറമുഖ കരാറിൽ അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദിവ്യ S അയ്യർ ആണ്. ഓക്കെ, അപ്പോൾ ദിവ്യ S അയ്യർ ആണ് എന്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S അയ്യർ ആണ്. അപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിനെ കുറിച്ച്, അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് 2023 ഒക്ടോബർ 15-നാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി ഏതാന്ന് ചോദിച്ചാൽ അദാനി പോർട്ട് കമ്പനിയാണ്. അതേപോലെ എന്നാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 2015 ഡിസംബർ 5-ആണ്. തറക്കല്ലിട്ടത് മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയാണ്. PPP വെഞ്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ് ഇതിന്റെ മുഴുവനായിട്ടുള്ള പേര്. ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ട് ഏതാന്ന് ചോദിച്ച മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത് വിഴിഞ്ഞം നമ്മുടെ തുറമുഖം എന്ന് പറയുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന തുറമുഖ പദ്ധതിയും ഏത് തന്നെയാണ്? വിഴിഞ്ഞം തുറമുഖം. അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ അതും വിഴിഞ്ഞം തുറമുഖമാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരത്ത് ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. അതേപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ 24 മീറ്റർ ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആഴം എന്ന് പറയുന്നത്. ആദ്യം വന്ന വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഷെൻഹുവ 15. ഷെൻഹുവ 15 ചൈനയുടെ കപ്പലാണ്. 2 കപ്പൽ വന്നു, അത് രണ്ടാമത്തെയാണ് ഷെൻഹുവ 29, അതും ഏത് തന്നെയാ? ചൈനയുടെ കപ്പലാണ്. അപ്പൊ ഷെൻഹുവ 15, ഷെൻഹുവ 29 രണ്ടും ചൈനയുടെ കപ്പലാണ്. ഇനി വിഴിഞ്ഞം തുറമുഖ കരാറിൽ അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാനായിരുന്നു ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് ദിവ്യ S അയ്യരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സാഗര കന്യക നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയതാണ് ആര്? സാഗര കന്യക എന്ന് പറയുന്ന ആ ഒരു ശില്പത്തിന്. സാഗര കന്യകയുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അത്രത്തോളം എല്ലാ ശില്പങ്ങളെ കുറിച്ച് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ആളാണ് നമ്മുടെ സ്വന്തം കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹത്തിന്റെ ശില്പത്തിലെ മറ്റൊരു ശില്പമാണ് സാഗര കന്യക എന്ന് പറയുന്നത്. സാഗര കന്യക ശില്പം സ്ഥിതി ചെയ്യുന്നത് ശംഖുമുഖം ബീച്ചിലാണ്, തിരുവനന്തപുരം. അത്രത്തോളം, അതായത് കൈകൊണ്ട് അത്രത്തോളം എന്താണ് മാസ്മരികത അല്ലെങ്കിൽ മായാജാലം സൃഷ്ടിക്കുന്ന അത്ര വലിയൊരു കലാകാരൻ തന്നെയാണ് കാനായി കുഞ്ഞിരാമൻ. ശില്പങ്ങളെ വികൃതമാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സർക്കാരിന്റെ കേരള ശ്രീ പുരസ്കാരം നിരസിച്ച വ്യക്തിയാണ് കാനായി കുഞ്ഞിരാമൻ. അതായത് അദ്ദേഹം, ഈ പറയുന്ന കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം ശില്പങ്ങളെ അദ്ദേഹം അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹം എന്താണ് സ്വന്തം ഒരു എന്താ പറയാ ഒരു അദ്ദേഹത്തിനെ തന്നെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പുരസ്കാരം വരെയും അദ്ദേഹം എന്ത് ചെയ്ത് ത്യജിച്ചത്. അപ്പോൾ സാഗര കന്യക എന്ന് പറയുന്ന ശില്പം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം, ഇമ്പോർട്ടന്റ് മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയതാണ് ആര്? സാഗര കന്യക ശില്പം എന്ന് പറയുന്നത്. സാഗര കന്യക ശില്പത്തിന്റെ ആരാണ് ശില്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? കാനായി കുഞ്ഞിരാമൻ. സാഗര കന്യക ശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നോക്കണ്ട, ശംഖുമുഖം ബീച്ചാണ്. അത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്താണ്. ശില്പങ്ങളെ വികൃതമാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സർക്കാരിന്റെ കേരളശ്രീ പുരസ്കാരം നിരസിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കാനായി കുഞ്ഞിരാമൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോ. സാഗര കന്യക ആരുടെയാണ്?
കാനായി കുഞ്ഞിരാമന്റെയാണ്. മത്സ്യകന്യകാ ശില്പത്തില് ഏറ്റവും വലുത് എന്നുള്ള റെക്കോർഡ് നേടി ഗിന്നസ് ബുക്കില്. അതേപോലെ സ്ഥിതി ചെയ്യുന്നത് ശംഖുമുഖത്താണ്. അതേപോലെ കേരള ശ്രീ പുരസ്കാരം നിഷേധിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പുനലാൽ വ്യൂവിൽ ഏത് മുൻ രാഷ്ട്രപതിയുടെ പേരിലാണ് ഇന്റർനാഷണൽ സയൻസ് ആൻഡ് റിസർച്ച് ലൈബ്രറി ആരംഭിക്കുന്നത്? രാംനാഥ് കോവിന്ദിന്റെയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പുനലാൽ വ്യൂവിൽ ഏത് മുൻ രാഷ്ട്രപതിയുടെ പേരിലാണ് ഇന്റർനാഷണൽ സയൻസ് ആൻഡ് റിസർച്ച് ലൈബ്രറി ആരംഭിക്കുന്നത്? രാംനാഥ് കോവിന്ദിന്റെയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മൃതി ഇന്റർനാഷണൽ മ്യൂസിയം ഡെയിൽ വ്യൂവിൽ പ്രവർത്തിക്കുന്നു. അതായത് ഈ പറയുന്ന എന്താണ് പുനലാൽ ഡെയിൽ വ്യൂവിലാണ് എന്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മൃതി ഇന്റർനാഷണൽ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഉന്നത നിലവാരം നിലനിർത്തി വിശ്വസ്തമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന സംഘടനകൾക്ക് ഐക്യരാഷ്ട്ര സഭ നൽകുന്ന യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ പുരസ്കാരം ലഭിച്ച സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന എന്താണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മൃതി ഇന്റർനാഷണൽ മ്യൂസിയം. ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഓർത്തു വച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പുനലാൽ വ്യൂവിൽ എന്താണ് ഏത് മുൻ രാഷ്ട്രപതിയുടെ പേരിലാണ് ഇന്റർനാഷണൽ സയൻസ് ആൻഡ് റിസർച്ച് ലൈബ്രറി ആരംഭിക്കുന്നത്? അത് രാംനാഥ് കോവിന്ദാണ്. ഇനി യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ പുരസ്കാരം ലഭിച്ച സ്ഥാപനമാണ് ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ ആൻഡ് സ്പേസ് മ്യൂസിയം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി അമേസ് 28ലേക്ക് പോകാം. അമേസ് തന്നെയാണ് അമേസ് 28. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അത്രത്തോളം എന്താണ് വാർത്തയിൽ ഇടം പിടിച്ച ഒരു സംഭവമാണ് അമേസ് 28 എന്ന് പറയുന്നത്. ലോകത്തെന്നും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒരു തരം നിർമ്മാണ രീതിക്കാണ്, അല്ലെങ്കിൽ 3D പ്രിന്റിങ്ങിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന അമേസ് 28യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ചെറിയ കളിപ്പാട്ടങ്ങൾ മുതൽ റോക്കറ്റ് എഞ്ചിൻ വരെ നിർമ്മിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യ, ഇതിനെയാണ് 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം അതേപോലെ തന്നെ ആ വസ്തുവിനെ കാണാനായിട്ട് നമുക്ക് പറ്റും. അത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇത് നിർമ്മിക്കുന്നത്. അത്രത്തോളം മനോഹാരിത എന്താണോ നമ്മൾ അതുകൊണ്ട് നിർമ്മിക്കുന്നത് അതിന് അത്ര ഒറിജിനാലിറ്റി കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ലോകത്തെങ്ങും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന പുതിയ നിർമ്മാണ രീതിയാണ് 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ചെറിയ കളിപ്പാട്ടങ്ങൾ മുതൽ റോക്കറ്റ് എഞ്ചിൻ വരെ നിർമ്മിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യ. തിരുവനന്തപുരത്തെ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കെട്ടിടം, അതാണ് നമ്മുടെ പോയിന്റ്. അവിടെ നിങ്ങൾ കുറിച്ചു വെച്ചോ, 1 മാർക്കാണ്. തിരുവനന്തപുരത്തെ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കെട്ടിടമാണ് അമേസ് 28. ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി KN രാജനാണ്. നിർമ്മിതി കേന്ദ്രത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചെന്നൈ IIT ഇൻക്യുബേറ്റർ കമ്പനിയായ തൊസ്ത വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 28 ദിവസം കൊണ്ടാണ് ഈ ഒരു നിർമ്മിതി സെറ്റ് ചെയ്തിരിക്കുന്നത്. 400 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഗംഭീരമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പല പല ലെയറുകളിലായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു അമേസ് 28 എന്ന് പറയുന്ന കെട്ടിടം. 400 സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളൂ. നമ്മുടെ ഏകദേശം ഒരു വലിയൊരു മുറിയുടെ അത്രയൊക്കെ വരും. അപ്പോൾ വലിയ മുറി എന്ന് പറഞ്ഞാൽ വലിയ മുറി അല്ല, ഒരു ഹാളിന്റെ ഒക്കെ അകത്ത് വരാനായിട്ട് പറ്റും. അപ്പൊ 400 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ലെയറുകളിലായിട്ടാണ് ഈ 3D പ്രിന്റിംഗ് അവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലാണ് ഈ ഒരു അമേസ് 28 കാണപ്പെടുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അമേസ് 28 നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് തന്നെ പ്രചാരം നേടുന്ന 3D പ്രിന്റിങ്ങിലൂടെ വന്ന ആദ്യത്തെ 3D പ്രിന്റിംഗ് ടെക്നോളജി കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കെട്ടിടമാണ് അമേസ് 28 എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർമ്മിച്ചത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ചെന്നൈയിലെ IIT ഇൻക്യുബേറ്റർ കമ്പനിയായ തൊസ്ത എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. ആകെ 28 ദിവസം കൊണ്ടാണ് ഈ സംഭവം എന്ത് ചെയ്ത് സെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ 400 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി KN രാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്താണിതെന്ന് പറയുന്നത്? 3D പ്രിന്റിംഗ് ടെക്നോളജി. റോക്കറ്റ് എഞ്ചിൻ മുതൽ അതായത് നമ്മുടെ കളിപ്പാട്ടങ്ങൾ മുതൽ റോക്കറ്റ് എഞ്ചിൻ വരെ നിർമ്മിക്കുന്ന ആ ഒരു സാങ്കേതിക വിദ്യയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സംസ്ഥാന സർക്കാരിന്റെ കളരിപ്പയറ്റ് ആസ്ഥാനം നിലവിൽ വരുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ONV സ്മൃതി കേന്ദ്രം നിലവിൽ വരുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ONV സ്മൃതി കേന്ദ്രം. ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ
ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മികച്ച ജില്ലയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തിനാണ്. ഓക്കെ, ഇനി ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ നിലവിൽ വരുന്നത് തിരുവനന്തപുരമാണ്. ആദ്യത്തെ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കേരള സവാരി ആദ്യമായി ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കീഴിൽ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് അത് ആക്കുളമാണ്. ഓക്കെ, ആക്കുളത്താണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കീഴിൽ കേരളത്തിലെ ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് നിലവിൽ വന്നത് ആക്കുളം. ഇനി സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രമായി മാറുന്നത് വെള്ളായണി കിരീടം പാലമാണ്. അപ്പൊ വെള്ളായണിയിൽ കിരീടം പാലത്താണ് സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രമായി മാറുന്നത് കിരീടം പാലം വെള്ളായണി. ഓക്കെ, ഇനി വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിനുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് ശംഖുമുഖം തിരുവനന്തപുരമാണ്. ഇമ്പോർട്ടന്റ്. കേരള സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ ബോർഡിന്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ശ്രവണ സൗഹൃദ ജില്ലയാണ് തിരുവനന്തപുരം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വരുന്നത് സിവിൽ സപ്ലൈസ് ഓഫീസ്, അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട വിഴിഞ്ഞത്താണ് വരുന്നത്. ഇനി 2023 ജൂലൈ കുളച്ചൽ വിജയയോദ്ധാവിന്റെ പ്രഥമ അനാച്ഛാദനം ചെയ്യപ്പെട്ട സ്ഥലമാണ് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ. 2022 50 വർഷം തികഞ്ഞ കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. 2022 50 വർഷം തികയുന്ന കേരളത്തിന്റെ ലൈറ്റ് ഹൗസ് ആണ് ഏതെന്ന് പറയുന്നത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്താണ് ചിറയൻകീഴ്. ഇമ്പോർട്ടന്റ്. ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്താണ് ചിറയൻകീഴ്. കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ അതാണ് കാട്ടാക്കട. കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് കാട്ടാക്കട. ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. ഭിന്നശേഷി പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ നിലവിൽ വരുന്നത് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച നിയോജക മണ്ഡലം കാട്ടാക്കട. ഇമ്പോർട്ടന്റ് ആണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ വരുന്ന ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്ന് ആണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്ന്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ, ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. 2023 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വെരി വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കുന്നതാണ് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവല്, അത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വേദിയായത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് എവിടെയാണ്? പാളയം. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അത് നമുക്കറിയാം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. കാര്യം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ബേസ് ആണ് സാധനം. അപ്പൊ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശാന്തിഗിരി വിദ്യാസവൻ സ്കൂളാണ് പോത്തൻകോട്. കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശാന്തിഗിരി വിദ്യാസവൻ സ്കൂള് പോത്തൻകോട്. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മാൾ നിലവിൽ വരുന്നത് അതെവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. വജ്ര ജൂബിലിയുടെ ഭാഗമായി മൊസൈക് രോഗപ്രതിരോധ ശേഷിയുള്ള മരച്ചീനി, ശ്രീ കാവേരി അത്യുൽപാദന ശേഷിയുള്ള ചേമ്പിനങ്ങളായിട്ടുള്ള ശ്രീ തെലിയ എന്നിവ പുറത്തിറക്കി. ISROയുടെ നേതൃത്വത്തിൽ ബഹിരാകാശ മ്യൂസിയം നിലവിൽ വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, കവടിയാർ. ഓർത്തു വച്ചോ, 1 മാർക്കാണ്. ISROയുടെ നേതൃത്വത്തിൽ ബഹിരാകാശ മ്യൂസിയം നിലവിൽ വരുന്നത് കവടിയാർ. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്ന ജില്ല ഇമ്പോർട്ടന്റ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് മാനവീയം വീഥി.
സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ ദേശീയ ഭിന്നശേഷി കലോത്സവമാണ് സമ്മോഹൻ. ഇമ്പോർട്ടന്റ് ആണ് സമ്മോഹൻ. ഇനി സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏതാണ്? ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. ISROയുടെ നേതൃത്വത്തിലുള്ള APJ അബ്ദുൽ കലാം നോളജ് സെന്റർ നിലവിൽ വരുന്നത് ഇമ്പോർട്ടന്റ്. ISROയുടെ നേതൃത്വത്തിലുള്ള APJ അബ്ദുൽ കലാം നോളജ് സെന്റർ വരുന്നത് എവിടെയാണ്? കവടിയാറാണ്. ഇനി കേരളത്തിലെ ആദ്യ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം കടകംപള്ളി. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഭവന പാർക്ക് നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. അതേപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്ത ജില്ല ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ വനിതാ ശിശു ക്ഷേമ വകുപ്പ് ആദ്യമായി സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിച്ച ജില്ല തിരുവനന്തപുരം പൂജപ്പുര. വാസ്തു അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പൂജപ്പുരയിലാണ് സംസ്ഥാനത്തെ ആദ്യമായിട്ട് സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിച്ചത് തിരുവനന്തപുരത്താണ്. വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിക്കപ്പെടുന്ന ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ ക്ഷേത്രം സ്ഥാപിക്കുന്ന കേരളത്തിലെ ജില്ലയാണ്. നമുക്കറിയാം ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഉള്ളൂർക്കോടാണ്. ഉള്ളൂർക്കോട് ഭവനത്തിൽ ആണ് ജനിച്ചത്. കണ്ണൻമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ണൻമൂലയിലെ ഉള്ളൂർക്കോട് ഭവനത്തിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം കോട്ടയ്ക്കകം. ഇനി ആശാൻ കാവ്യ ശില്പം 1997 ആരംഭിച്ച വിവാദങ്ങളുടെ കടമ്പ് കടന്ന് പൂർത്തിയാക്കിയ ആശാൻ ശില്പം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. ശില്പി കാനായി കുഞ്ഞിരാമൻ. നമുക്കറിയാം ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ് എവിടെയാണ്? തോന്നയ്ക്കലാണ്. ആശാൻ എപ്പോഴും എന്താ തോന്നിയ പോലെ ആവാലോ. കാരണം നമ്മുടെ ആശാൻ എന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കുമല്ലോ. ആശാൻ എന്തും തോന്നിയ പോലെ ആകാം. അപ്പോൾ ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കല്. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് 4 വരിപ്പാത ഹൈവേ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴക്കൂട്ടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് പാത, അതായത് 4 വരിപ്പാതയാണ്, 4 വരി ഹൈവേ പാതയാണ് കഴക്കൂട്ടത്ത്. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് അരിപ്പയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് KSRTC ബസ്സുകൾ ആരംഭിച്ച ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് KSRTC ബസ്സുകൾ ആരംഭിച്ചത് തിരുവനന്തപുരത്ത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. കേരള സർക്കാരിന്റെ 2022-2023 ബഡ്ജറ്റ് പ്രകാരം സംസ്ഥാനത്ത് മെഡിക്കൽ ടെക്നോളജി ഇന്നവേഷൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ ടെക്നോളജി ഇന്നവേഷൻ പാർക്ക് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് ലുലു മാൾ ആക്കുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ് തിയേറ്റർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സ്ഥാപനമായി തിരഞ്ഞെടുത്തത് ഇടവ പഞ്ചായത്ത്. KSRTC ഡിപ്പോയിൽ നിന്നുള്ള ലോ ഫ്ലോർ ബസ്സുകൾ ക്ലാസ് മുറിയാക്കി മാറ്റിയ സംസ്ഥാനത്തെ ആദ്യ സ്കൂളാണ് മണക്കാട് ഗവൺമെന്റ് LP സ്കൂൾ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. KSRTC ഡിപ്പോയിൽ നിന്നുള്ള ലോ ഫ്ലോർ ബസ്സുകൾ ക്ലാസ് മുറിയാക്കി മാറ്റിയ സംസ്ഥാനത്തെ ആദ്യ സ്കൂളാണ് മണക്കാട് ഗവൺമെന്റ് LP സ്കൂൾ. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രിയ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഈ ഒരു സ്കൂൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നമുക്കതൊരു സന്തോഷമാണല്ലോ. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് ഗവൺമെന്റ് VHS വിതുരയാണ്. എടുത്തു വെച്ചോ, ഒരു മാർക്കാണിത്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് ഗവൺമെന്റ് VHS വിതുര. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് സിറ്റി ഗ്യാസ് പദ്ധതി. ഇമ്പോർട്ടന്റ്, സിറ്റി ഗ്യാസ് പദ്ധതി. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ വിപ്ലവകാരിയുമായ കരകുളം KP കരുണന്റെ ഫൈബർ ഗ്ലാസ് ശില്പം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? കരകുളത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ സിക്ക വൈറസ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ 2021 മുതൽ 2024 വരെ PSC എക്സാമുകളിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇപ്പോൾ കറന്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകാവുന്ന സ്പീഡിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഓരോന്നും പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം
നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇനി തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ ഓരോ ജില്ലകളും 14 ജില്ലകൾ നമ്മൾ വന്ന കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് സെറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് അങ്ങ് തരും. അതേപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസിലെയും കറണ്ട് അഫയേഴ്സും ഓരോന്നും, ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ തിരുവനന്തപുരം തീർത്തു, അടുത്ത ദിവസം കൊല്ലം തീർത്തു, അങ്ങനെ ഓരോന്നും. ഇനിയിപ്പോ നമ്മൾ എന്താണ് അടുത്ത ദിവസം സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റേറ്റിൽ ഓരോന്നും തീർക്കും. അപ്പൊ അതും അതിന്റെ നോട്ട്സ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രത്തോളം എന്താണ് കണ്ടന്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ തരുന്ന ഈ പറയുന്ന നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കമന്റ് എന്ത് ചെയ്യുക, അത് എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തേക്കുക. വൈകിട്ട് 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സിന്റെയും അതേപോലെ തന്നെ ഇതും ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കാം. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ക്ലാസ് കണ്ടതിന് ശേഷം ഇത് ഒന്നുകൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നേരെ ക്വസ്റ്റ്യൻ ബോർഡിലേക്ക് ഇങ്ങനെ വന്നേക്കുക. കറക്റ്റ് ആണ്, നിങ്ങൾ സെറ്റായിട്ട് പൊക്കോളും. കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് 18 മാർക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ ജില്ലകളിലെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ സെറ്റാക്കി പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം കറണ്ട് അഫയേഴ്സ് അങ്ങ് പഠിച്ചു പോവാം. അങ്ങനെ എല്ലാത്തും കൂടി ഷഫിൾ ചെയ്ത് പോവാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളിലേക്കും വരുന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ, അതായത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, കറന്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ജില്ലകളാക്കി ഓരോ ജില്ലകളും ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവാം. എന്നിട്ട് അവസാനം ഒരു ഫൈനൽ റിവിഷൻ ആക്കി സെറ്റ് ചെയ്ത് പോവാം. അതെയോ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് മതിയോ, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതാണ് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ക്ലാസ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ, കുറേ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു 75 ഹോട്ട് ടോപ്പിക്സ് തീർക്കണം സാറേ, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്കിത് ടൈപ്പ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, കുറേ കാര്യങ്ങളിലൂടെ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വൈകുന്നേരം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബോൾ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അത്രയും എന്താണ് അതിലേക്ക് ഇരുന്നിട്ടാണ് ഇത്രയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. വലിയ വിങ്ങൊന്നും ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത്. ഞാനും ലാപ്പും കുറച്ച് മൊബൈൽ ഫോണും ഇതെല്ലാം കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. കാരണം നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ഓരോ ദിവസം ചെല്ലുന്തോറും അത്രത്തോളം കൂടിയിട്ടാണ്. ഒരു ദിവസം പോലും ക്ലാസ് തരാതെ ഇരിക്കരുത് എന്നുള്ള മനസ്സുകൊണ്ടാണ് വൈകി പോലും ഞാനിത് ഫുള്ളായിട്ട് എല്ലാ ദിവസവും ഒരു ക്ലാസ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ പോലും ഈ ഒരു ക്ലാസ് പല പരിപാടികൾ മാറ്റി വെച്ചിട്ടാണ് ഇന്ന് ഈ ക്ലാസ് ഇടുന്നത്, ഈ കറണ്ട് അഫയേഴ്സിന്റെ. കാരണം ഉപകാരപ്പെടണം, നിങ്ങൾക്കൊരു ജോലി കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്, മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകളിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാട്.